ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് ന്യൂ ഇയർ ആണ്. അപ്പം നമ്മുടെ 2026 ആദ്യത്തെ വീഡിയോയാണ് കേട്ടോ ഇപ്പോൾ ഈ വരാൻ പോണത്. അപ്പം 1-ാം തീയതി ആയിട്ട് വീഡിയോ ഇടണം എന്നൊരാഗ്രഹം കൊണ്ട് ഇട്ടതാണ്, അല്ലാതെ വലിയ കണ്ടൻറ്റായിട്ടോ കാര്യങ്ങളായിട്ടോ ഒന്നുമില്ല. അപ്പോൾ ആദ്യം തന്നെ എല്ലാവർക്കും ഒരു അടിപൊളി ന്യൂ ഇയർ ആശംസിക്കുന്നു. ഈ 2026 ഈ കഴിഞ്ഞു പോയ വർഷങ്ങളെയൊക്കെ അപേക്ഷിച്ച് അതിനേക്കാളൊക്കെ നല്ല ഒരു വർഷം ആയിരിക്കട്ടെ നിങ്ങൾക്ക് എല്ലാവർക്കും. ഒപ്പം ഞങ്ങൾക്കും ഒരുപാട് ഐശ്വര്യങ്ങളും സന്തോഷവും ഒക്കെ കൊണ്ടുവരാൻ ഈ 2026 കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ ഫാമിലിയുടെ ഹാപ്പി ന്യൂ ഇയർ എല്ലാവരും കൂടി പറയണമെന്നുണ്ടായിരുന്നു. കുറച്ച് പേര് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് തിരക്കാണ്. അപ്പം ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ നമ്മുടെ വീഡിയോ. ഇതാ വാഴക്കൊല വെട്ടാൻ വേണ്ടി പോവുകയാണ്. നിൽക്കുന്ന കൊല വേണം വെട്ടാൻ. വെട്ടടിച്ചിട്ട് കാണുമോ കാണത്തില്ല. ദേ വാഴക്കൊല അത് അഴിച്ചുവിടുമ്പോൾ അങ്ങ് പോവോ താഴെക്കാറ വീട്ടിലോട്ട്? അമ്മയുടെ ചീനി മുളകായിട്ട് നിൽക്കുന്നു. ഇവിടെ എല്ലാം ചീനിയുണ്ട് കേട്ടോ. ഇത് വലിയൊരു കാന്താരി നിൽപ്പുണ്ട്. പോവോ? എനിക്കെടുത്തില്ല. അപ്പൂസൂട്ടാ വാഴക്കൊല നിലം പതിച്ചിരിക്കുകയാണ്. നിലം പതിച്ചു. അടുത്ത് നിന്ന ഒരു കുഞ്ഞു വാഴേനെയും നാശമാക്കിക്കൊണ്ടാണത് വന്നിരിക്കുന്നത്. കുറച്ച് കായൊക്കെ പൊട്ടിപ്പോയി. ഇതേ ഒരു കാ കിടക്കുന്നു താഴെ. അയ്യോടാ, ഇതാണ് കേട്ടോ കൊല. കായൊക്കെ കുറച്ചിവിടെ നുറുങ്ങിപ്പോയി. കപ്പ പറിക്കാൻ വേണ്ടി മമ്മിയുടെ കപ്പത്തോട്ടത്തിലേക്ക് വന്നതാണ്. പറിച്ച് ഏകദേശം പകുതി മുക്കാൽ തീർന്നല്ലേ? പകുതി ആയിക്കാണും അല്ലേ? അത്രേ ഉള്ളല്ലേ? പകുതി മിച്ചമാണെന്ന് തോന്നുന്നു. ഇത്രയും ഏരിയയിൽ പറിച്ചു. അതൊന്നും നമ്മുടെ അല്ല, അത് അങ്കിളായുടെ കപ്പയാണ്. ആണോ? എലിയുണ്ട്. എലീനെയൊക്കെ വെടിവെക്കാം. എലി മമ്മിയുടെ കപ്പ തീർക്കുമെന്നാണ് മമ്മി പറയുന്നത്. ഇവിടെ മാന്തി വെച്ചിട്ടുണ്ടല്ലോ. ഇതുണ്ടോ? പറിക്കാം. ഭയങ്കര കിഴങ്ങായിരിക്കണേ കർത്താവേ. നല്ല കുഞ്ഞി കപ്പയാണേലും ഇവിടെ കിഴങ്ങുണ്ടല്ലോ. ഓടിപ്പോയല്ലോ ഇപ്പം. ഒരിഞ്ഞ വെയില. നമ്മൾ തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട്. അവിടെ നിന്ന് നമ്മൾ കുറേ സാധന സാമഗ്രികളൊക്കെ ഏകദേശം നമ്മൾ ഒരാഴ്ചയ്ക്ക് ശേഷമാണ് കേട്ടോ വീട്ടിൽ പോയിട്ട് തിരിച്ച് വരുന്നത്. അപ്പം നമ്മൾ വരുമ്പോൾ ഇവിടുത്തെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ ഭീകരമായിരുന്നു. ഭയങ്കര പൊടിയൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ അതെല്ലാം അടിച്ച് തുടച്ച് വൃത്തിയാക്കി കഴുകി പെറുക്കി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ മടുത്തു. അപ്പം അതാണ് ന്യൂ ഇയർ ആയിട്ടുള്ള വിശേഷം. ആവുകുട്ടി ഉറങ്ങുന്നു, അച്ചാച്ചനകത്തുണ്ട്. എല്ലാവരും ഒരുപാട് പ്രതീക്ഷയോടെ 2026 തുടക്കം കുറിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇന്നലെയൊക്കെ സത്യം പറഞ്ഞാൽ ഭയങ്കര ഈ ആഘോഷം, ന്യൂ ഇയർ ആഘോഷങ്ങളുടെ പടക്കം പൊട്ടിയിലും ബഹളമൊക്കെ ആയിട്ട് കുഞ്ഞ് ഭയങ്കര കരച്ചിലായിരുന്നു. പടക്കം പൊട്ടിക്കും, അവൾ കരയും. എന്ത് ചെയ്യാൻ പറ്റും? സാധാരണ കരയുമ്പോൾ നമ്മൾ പുറത്തേക്കൊക്കെ ഇറക്കിക്കൊണ്ട് വരും. അപ്പം പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ എത്ര വലിയ കരച്ചിലാണെങ്കിലും അവൾ നിർത്തൂട്ടോ. കാരണം പുറത്തിറങ്ങി നടക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇതെന്താ ചെയ്യുക? പുറത്തുനിന്ന് ആളിൽ പടക്കം പൊട്ടുന്ന സൗണ്ട് അപ്പോൾ ഒരു രക്ഷയില്ല. പിന്നെ ഞാൻ ഫോണിലും ഭയങ്കര സൗണ്ടിൽ ഫോണിൽ പാട്ട് വെച്ചു. നമുക്കിവിടെ ടി വിയും ഇല്ല, അല്ലെ പിന്നെ വല്ല കാർട്ടൂണൊക്കെ വെച്ച് കൊടുക്കാമായിരുന്നു. അപ്പോൾ അങ്ങനെ വലിയ സൗണ്ടിൽ ഫോണിലും ഇത് വെച്ച് കൊടുത്തിട്ട് ആണ് അവളെ കിടത്ത് ഉറക്കുകയൊക്കെ ചെയ്തത്. ഭയങ്കര സൗണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും എല്ലാവരും ഭയങ്കര ആഘോഷത്തോടെ 2026 തുടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞൊരു വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വർഷമായിരുന്നു കേട്ടോ. കഴിഞ്ഞൊരു വർഷമാണ് നമ്മൾ ഇങ്ങോട്ട് താമസം മാറിയതും. ഒരുപാട് ഐശ്വര്യങ്ങൾ. അതുപോലെ തന്നെ നമ്മൾ വണ്ടി എടുത്തു, നമ്മൾ ഫോൺ വാങ്ങിച്ചു. അപ്പം അങ്ങനെ ഒത്തിരി നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിച്ച ഒരു വർഷമാണ് 2025.
ഒത്തിരി മോശം വർഷമൊന്നും ആയിരുന്നില്ല. 24 ഞങ്ങൾക്ക് ആവക്കുട്ടീനെ കിട്ടിയ വർഷമാണ്. അപ്പോൾ അതും നല്ലൊരു വർഷമാണ്. അപ്പം വലിയ കുഴപ്പമില്ലാതെ കടന്നു പോയി. കുറച്ച് ഹോസ്പിറ്റൽ കേസുകളും സംഭവങ്ങളൊക്കെ ഒഴിച്ചു നിർത്തിയാൽ അതൊക്കെ എല്ലാ വർഷവും എല്ലാവരുടെ ലൈഫിലും ഉള്ളതാണല്ലോ. അപ്പോൾ അതൊക്കെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ 2025 വലിയ കുഴപ്പമില്ലാത്തൊരു വർഷമായിരുന്നു. അപ്പോൾ ഇനി 2026 എന്താകുമെന്നൊന്നും അറിയത്തില്ല. നല്ല പ്രതീക്ഷ, നല്ല സന്തോഷത്തോടെ നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മൾ ഭയങ്കര പ്രതീക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെയല്ല, ഇന്നലെ വൈകുന്നേരം ഒരു 10 മണിയോടുകൂടി നമ്മുടെ വെള്ളം നിന്നുപോയി. നമ്മുടെ ഇവിടുത്തെ മോട്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കാണ്, അതായത് തന്നെ സെൻസറാണത്. അതുകൊണ്ട് തന്നെ വെള്ളം തീർന്നു പോകുമ്പോൾ അത് സെൻസർ അടിച്ച് തന്നെ വെള്ളം വീണ്ടും വെള്ളം വരും, തീരുമ്പോൾ വീണ്ടും വരും. അങ്ങനെ നമ്മൾ സ്വിച്ച് ഇടേണ്ട ഒരു സംഭവമില്ല. അപ്പോൾ രാത്രി ആയപ്പോഴത്തേക്കും 10 മണിയായി, ഞാൻ പാത്രം കഴുകിക്കൊണ്ട് നിൽക്കുമ്പം വെള്ളം നിന്നുപോയി. നമ്മൾ ഓണർ അവർ വിളിച്ചപ്പം, ഇന്നലെ എന്ന് പറയുമ്പം ന്യൂ ഇയർ ആഘോഷമാണ്, ഇവിടങ്ങളിലൊന്നും വെളിയിലോട്ട് പോലെ ഇറങ്ങാൻ പറ്റാത്തൊരു സാഹചര്യം. അപ്പോൾ അതുകൊണ്ട് നാളെ രാവിലെ വരാമെന്ന് പറഞ്ഞു. നമ്മളെന്ന് പറഞ്ഞാൽ ഈ ന്യൂ ഇയർ ആയിട്ട് നമ്മൾ വെള്ളം ഇല്ലാണ്ടിരിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര മോശമായിട്ടുള്ള അവസ്ഥയാണ്. അപ്പം രാവിലെ ആയി വന്നു, അവർ വന്നു. നമ്മൾ താഴെ ട്രിപ്പായി പോകുന്നതാണ്. അത് ഓണാക്കുമ്പോഴത്തേക്കും, മോട്ടോർ ഓണാകുമ്പോഴത്തേക്കും വീണ്ടും ഇത് പോവുകയാണ്. അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല. അപ്പോൾ ഇനി ഈ നിമിഷം വരെ നമുക്ക് വെള്ളം വന്നിട്ടില്ല. അതാണ് ന്യൂ ഇയർ ആയിട്ടുള്ള ഏറ്റവും 1-ാം തീയതി തന്നെ അടിപൊളിയായിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും അല്ല അതിൻ്റെ, അങ്ങനെയൊന്നുമില്ല. എന്താ പറയുക, ഇതൊക്കെ എല്ലാവരുടെ ലൈഫിലും ഉള്ളതല്ലേ. അപ്പോൾ വെള്ളമില്ലാത്തൊരവസ്ഥ എന്ന് പറഞ്ഞാൽ ഭയങ്കര അവസ്ഥയാണ്. അപ്പം ഞങ്ങൾ താഴത്തെ ടാപ്പിൽ കുറേശ്ശെ വെള്ളം വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അതെടുത്തുകൊണ്ട് വന്നാണ് ഞങ്ങൾ അരി ഇട്ടു, കറി വെച്ചു, അങ്ങനെ ചെയ്തു. പിന്നെ കുഞ്ഞിനെ കുളിപ്പിച്ചിട്ടില്ല, അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. വെള്ളം വരണമെങ്കിൽ വൈകുന്നേരം ആവുന്നതാണ് പറഞ്ഞത്. കാരണം ഇലക്ട്രീഷ്യൻ ഇവിടെ ഇല്ല. ഇലക്ട്രീഷ്യൻ വന്ന് നോക്കണം. എല്ലാവരും ഈ ന്യൂ ഇയറിൻ്റേതായിട്ടുള്ളൊരു തിരക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരു ഭയങ്കര കഷ്ടമായിപ്പോയി. കുഴപ്പമില്ല, നമ്മൾ ഏത് സിറ്റുവേഷനിലും അതിജീവിക്കും എന്നുള്ളതാണ്. അപ്പം എന്താ പറയുക, കണ്ണിലെന്ത് പോയി. 2026 എല്ലാവർക്കും ഒരു അടിപൊളി വർഷമായിരിക്കട്ടെ. ഞങ്ങൾ കുറേ സാധനങ്ങൾ വീട്ടിൽ നിന്ന് മമ്മി തന്നിട്ടു. കുറേ സാധനങ്ങൾ പെറുക്കിക്കൊണ്ടാണ് കേട്ടോ വന്നത്. ഒരുപാട്, അതായത് അമ്മമാരുണ്ടല്ലോ, ഇങ്ങനെ എത്ര തന്നാലും അവർക്കങ്ങ് ഇതാകത്തില്ല. അങ്ങനത്തെ ഒരു ഇതാണ്. എത്ര ദിവസം നിന്നിട്ട് പോയാലും മമ്മി പറയും 2 ദിവസം കഴിഞ്ഞിട്ട് പോകുമെന്ന് പറയും. അങ്ങനത്തെ ഒരു സ്വഭാവമാണ്. അന്നല്ലോ ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ട് വരുത്തുമില്ല കേട്ടോ. അപ്പോൾ അതിന് വഴക്കുണ്ടാക്കിയിട്ടാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ എന്തായാലും ഒരു ചെറിയ വീഡിയോ ആണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും എന്തായാലും ഒരു അടിപൊളി വർഷം, ഒരു അടിപൊളി ന്യൂ ഇയർ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവർക്കും എല്ലാവിധ ഐശ്വര്യങ്ങളും ഈ 2026 ഉണ്ടാവട്ടെ. ഒപ്പം നിങ്ങളുടെ പ്രാർത്ഥനയിലും നിങ്ങളുടെ സന്തോഷത്തിലും ഞങ്ങളെ കൂടി ഓർക്കുക. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ, ബൈ.